നമസ്കാരം. സകലമായ അരിപ്രാഞ്ചിമാരും വലിയ ഭയത്തിലാണ്. ഒരുപാട് കാലമായി ഇറാനെതിരെ ഇവരൊക്കെ ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇറാൻ ഒരു കുലുക്കവുമില്ല. ഈ അരിപ്രാഞ്ചിമാരാകട്ടെ ഒരുപാട് തള്ളിമറിച്ചു. ഇപ്പോൾ പേടിച്ചു വിറച്ച് മാളത്തിലേക്ക് തലവലിച്ചിരിക്കുകയാണ്. ട്രംപ് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ട്രംപ് ഏറ്റവും അവസാനം പറഞ്ഞത് ഇനി ഇറാനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും, ഒമാനിൽ ബോംബിടുമെന്നൊക്കെയാണ്. ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം വന്ന സമയത്ത് ജോർജിയ എന്ന് പറയുന്ന രാജ്യം ഒരു പ്രതികരണം നടത്തി. അതായത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ട്രംപ് തൽക്കാലം അമേരിക്കയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കൂ എന്നാണ്. വലിയ കടക്കണിയിലാണ് അമേരിക്ക. യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി കടം വാങ്ങി ഇപ്പോൾ വലിയ ഒരു ബാധ്യതയിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പോയിട്ടുണ്ട്. അമേരിക്കയെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഇറാന് വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ ഇസ്രായേലിനെ സഹായിച്ച് അമേരിക്ക ഒരു പരുവമായി. വലിയ വിലക്കയറ്റം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഏതായാലും ട്രംപ് ഈ സാമ്പത്തികമായിട്ടുള്ള ഉപരോധത്തെക്കുറിച്ചാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. മറ്റെല്ലാ നിലക്കും യുദ്ധം ചെയ്ത് ഇറാനോട് മുട്ടി പരാജയപ്പെട്ട് പടുകുഴിയിലേക്ക് പോയിരിക്കുകയാണ്. എന്നാലും ഇറാൻ ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ വാക്ക് കേട്ട് ഞങ്ങൾക്കെതിരെ ആരെങ്കിലും ഉപരോധവുമായൊക്കെ വന്നാൽ ആ രാജ്യങ്ങൾ ഞങ്ങളുമായി യുദ്ധം ചെയ്യുന്ന ഞങ്ങളുടെ ശത്രു പട്ടികയിൽ ഇടം പിടിക്കും, ഞങ്ങളുടെ ആക്രമണങ്ങളുടെ വ്യാപ്തിയൊക്കെ വർദ്ധിപ്പിക്കും, പ്രഹരശേഷി കൂട്ടും. ഇതൊക്കെ പറഞ്ഞ് ഇറാൻ ഏറ്റവും പുതിയ ഒരു മിസൈൽ സിറ്റിയുടെ ചിത്രം, വീഡിയോ അത് അമേരിക്കയെയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടതോടുകൂടെ ഈ അരിപ്രാഞ്ചിമാരൊക്കെ പേടിച്ചു വിറച്ച് മാളത്തിലേക്ക് തലവലിച്ചു എന്നുള്ളതാണ്. ഗ്രീസിൽ ഇപ്പോൾ വലിയ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അതായത് ഇറാന്റെ ഒരു അടി വന്നാൽ എങ്ങനെ തടുക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഒരുക്കങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. സൗദി അറേബ്യയിലുള്ള അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഗ്രീസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇറാനാണ് പറഞ്ഞത് അടിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, അവർ അടിച്ചിരിക്കും 3 വട്ടം. ഇത് ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അരിപ്രാഞ്ചിമാർ തള്ളിമറിക്കുമ്പോൾ ഇറാൻ അധികമൊന്നും തള്ളിമറിക്കാറില്ല. അവരുള്ള കാര്യം പറയും, ആ പറഞ്ഞ കാര്യം ചെയ്യും. അത് കൃത്യമായി ആർക്കെതിരെയാണോ ചെയ്തത് ആ ചെയ്തത് അവിടെ കിട്ടി ബോധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ സൈനിക ബേസുകൾ, രഹസ്യ കേന്ദ്രങ്ങളൊക്കെ കൃത്യമായി അത് ടാർഗറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അമേരിക്ക ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളെയല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഞങ്ങൾ ഏതു വഴിയാണ് പിന്തുടരുന്നത് എന്നതിനെ കുറിച്ച് അമേരിക്കക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഈ ഒരു അവസരം മുതലാക്കുന്നതിന് വേണ്ടി റഷ്യ ഇറങ്ങി എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മേഖലയിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ഒക്കെ അപ്രമാദിത്വം അവസാനിപ്പിച്ചു എന്ന ഒരു സാഹചര്യത്തിൽ, അത്തരത്തിലൊരു വാർത്തകളൊക്കെ പ്രചരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇനി മേഖലയിലെ സുരക്ഷാ വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നതാണ് ഇപ്പോൾ റഷ്യയുടെ വാഗ്ദാനം. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ ഞങ്ങൾ നടപ്പിലാക്കാം. മാത്രമല്ല ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ലബനോനിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിച്ചാൽ തീർച്ചയായും ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നു വരും, അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും. മാത്രമല്ല ഇവിടെ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പദ്ധതി എന്താണെന്നുള്ളത് പറയും. ആ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത്. നേരത്തെ ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന വലിയ തകർച്ചയെക്കുറിച്ച് റഷ്യ പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ റഷ്യ പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോകുന്നു എന്നുള്ളത്. മാത്രമല്ല ഇവിടെ ഇറാനെ സഹായിച്ച ചൈന ഇറാനോട് ചേർന്നുള്ള ഹോർമൂസിലെ പ്രത്യേക പാതയിലൂടെ അവരുടെ കപ്പലുകൾ കൊണ്ടുപോകുന്നു എന്നൊരു വിവരവും പുറത്തു വരികയാണ്. അതായത് ഇറാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഇറാനെ മുന്നിൽ നിർത്തിയാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ലാഭമുണ്ട്. പല വിഷയങ്ങളിലും അവർക്ക് ഇടപെടാൻ കഴിയും. അമേരിക്കയുടെ പ്രാധാന്യം അവസാനിപ്പിക്കാൻ കഴിയും. ചൈനയ്ക്കും ഇവിടെ ഇറാനെ മുന്നിൽ നിർത്തി ചിലതൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും ഇത്തരമൊരു സാഹചര്യം ഇവർക്കെല്ലാം ഒരുമിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഇസ്രായേലിനോടും അമേരിക്കയോടും ഇപ്പോൾ ഇറാൻ നന്ദി പറയുന്നുണ്ടാകും. ഇവിടെ ഒരുപാട് ആയുധങ്ങൾ കൈവശമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവരുടെ ആയുധങ്ങളൊക്കെ വളരെയധികം ശക്തമാണ്, വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷേ അതൊക്കെ വാർത്തകൾ മാത്രമാണ്, പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. തീർച്ചയായും ഇവിടെ ഇത്തരത്തിൽ ആയുധങ്ങളുടെ ശേഷിയൊക്കെ ലോകത്തിന് ബോധ്യപ്പെടണമെങ്കിൽ ഇതുപോലെ ചില യുദ്ധങ്ങളൊക്കെ ഉണ്ടാകണം. ഇറാൻ അവരുടെ ആയുധങ്ങളുടെ ശേഷി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അമേരിക്കയുടെ പക്കലുള്ളതൊക്കെ ഓലപ്പടക്കമാണ് എന്നുള്ളത്
ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. എന്തായാലും ഓലപ്പടക്കം പോലും എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അരിപ്രാഞ്ചിമാരൊക്കെ പോയിരിക്കുകയാണ്. മടയിലേക്ക് തലവലിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾ തന്നെയാണ് രാജാവ്, ഞങ്ങൾ തന്നെ മിഡിൽ ഈസ്റ്റ് ഭരിക്കും, ഹോർമൂസ് ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞ ഇറാൻ ഇപ്പോൾ ഹോർമൂസിൽ ടോൾ പിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഇറാൻ പാർലമെന്റ് അത്തരത്തിലൊരു നീക്കത്തിന് അനുമതി കൊടുത്തിരിക്കുന്നു. ഒമാനുമായി സഹകരിച്ചാണ് ഈ നീക്കം നടത്താൻ പോകുന്നത് എന്ന വാർത്തയും പുറത്തു വരുന്നു. ഇതൊക്കെയാണ് ട്രംപിനെ നേരത്തെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് ഒമാനിലേക്ക് ബോംബിടും എന്നൊക്കെ ട്രംപ് പ്രഖ്യാപിച്ചത്. എന്തായാലും ആ പ്രഖ്യാപനത്തിനൊന്നും പഴയതുപോലെ അത്ര പവർ ഇല്ല. അതൊക്കെ പുല്ല് വിലയെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് ലോകം കൊടുക്കുന്നുള്ളൂ എന്ന് തന്നെയാണ് ഇന്നത്തെ പ്രത്യേകത.